ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം വീഡിയോ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഒരു പുതിയൊരു വെറൈറ്റി ഗപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാലക്സി ബ്ലൂഡിൽ നമ്മൾ മൊത്തത്തിലും ഒഴിവാക്കിയിട്ട് പുതിയൊരു വെറൈറ്റി ഗപ്പി എടുക്കണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു വെറൈറ്റി ഗപ്പി നമ്മൾ കയ്യിൽ വന്നിട്ടുണ്ട്. ഒരു അടിപൊളി വെറൈറ്റിയാണ്. അപ്പോൾ യൂട്യൂബിൽ തന്നെ ഞാൻ സെർച്ച് ചെയ്തിട്ട് വളരെ ചുരുക്കം പേർക്ക് 1-2 പേർക്ക് മാത്രമേ ഈ സാധനം കയ്യിലുള്ളൂ. അവിടെ ചിലപ്പോൾ ഇനി ട്രെൻഡിങ് ആകാൻ പോകുന്ന ഗപ്പി ചിലപ്പോൾ ഇതായിരിക്കും കേട്ടോ. അപ്പോൾ അടിപൊളി ഗപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ പെയർ റേറ്റ് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഞാൻ എടുത്തത് ഒരു മലപ്പുറത്ത് നിന്നൊരു സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബോക്സ് കണ്ടില്ലേ, നല്ല അടിപൊളി പാക്കിംഗ് ആയിട്ടൊക്കെയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യണം, ഏത് ഗപ്പിയാണെന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും മുമ്പത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പേര് എന്താണെന്നുള്ളത്. ഞാൻ അപ്പോൾ ഒരു വീഡിയോയിലും എൻ്റെ പേര് ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ പേര് നിപുൺ സായ്നാഥ് എന്നാണ്. എൻ്റെ പേര് തന്നെയാണ് ചാനലിൻ്റെ പേര്. ട്രിവാൻഡ്രത്ത് വെള്ളായണി കാർഷിക കോളേജിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. നമ്മുടെ ഗപ്പി എങ്ങനെയുള്ള ഗപ്പിയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഗപ്പി വന്ന ഒരു ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ളത് മലപ്പുറത്ത് നിന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് തുറന്ന് നോക്കുന്നതിന് മുമ്പായിട്ടാണ് ഞാനിത് നമ്മുടെ പുതിയ വെറൈറ്റി ഗപ്പി ഇടാനായിട്ട് ഇവിടെ ബേസിൻ്റെ വെള്ളമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് 2-3 ദിവസം മുമ്പ് തന്നെ വെള്ളമൊക്കെ നമ്മൾ സെറ്റാക്കി അതിനകത്ത് ആ ബദാമിൻ്റെ ലീഫൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബദാമിൻ്റെ ലീഫ് ഇട്ടെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ pH ഒക്കെ ഒന്ന് സെറ്റാകും. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഇൻഫോസറി കൾച്ചറൊക്കെ അതിനകത്തൊന്ന് സെറ്റായിടും. ഇപ്പോൾ തന്നെ നോക്കി അറിയാം വെള്ളത്തിൻ്റെ കളർ ചെറിയ രീതിയിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ ഒട്ടുമിക്ക എല്ലാ ടാങ്കുകളിലും ഞാൻ ഈ ബദാമിൻ്റെ ലീഫ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് മീനുകൾക്ക് വലിയ രീതിയിൽ അസുഖങ്ങളൊന്നും വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് ഞാനിപ്പോൾ പ്ലാന്റ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ആ പ്ലാന്റ്സ് ഞാനിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബ്രൂഡ് സ്റ്റോക്ക് ഗപ്പികളും അതുപോലെ സോർട്ടേഴ്സിൻ്റെ ഒക്കെ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ടെറസിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോക്സ് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. നമ്മുടെ പുതിയ അതിഥി ആരാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് പൊട്ടിച്ച് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലെ പുതിയ അതിഥി എന്ന് പറയുന്നത്. അപ്പോൾ പാക്കിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പാക്ക് പൊട്ടിച്ചൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ വെള്ളത്തിൻ്റെ കളർ ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചായിരുന്നു കേട്ടോ ഈ ബ്ലൂ ഷെയ്ഡ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് മെഥിലിൻ ബ്ലൂ അവർ ചെറുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊറിയർ അയക്കുന്ന ഒരു പാക്കിൽ ഇതേപോലെ മെഥിലിൻ ബ്ലൂ ആഡ് ചെയ്യുന്നത് ഗപ്പികളുടെ ഹെൽത്ത് ഒന്ന് നീണ്ടു നിൽക്കുന്നതിനാണ് അവർ ഈ ഒരു മെത്തേഡ് കീപ്പ് ചെയ്യുന്നത്. പക്ഷേ ഞാനിതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാക്ക് പൊട്ടിച്ച് ഗപ്പി അതിനകത്തോട്ടൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ആ ഒരു ടെമ്പറേച്ചറും സെറ്റാക്കാനാണ് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാനെടുത്ത ആ ഒരു പുതിയ ഗപ്പി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു സ്ട്രെയിൻ്റെ പേര് പ്ലാറ്റിനം വൈറ്റ് ടൈൽ ബിഗ് ഇയർ എന്നാണ്. അപ്പോൾ നമുക്ക് പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോഴും ഇപ്പോഴും ഇപ്പോൾ തരംഗം സൃഷ്ടിച്ച ആരാധകർ ഒരുപാട് ഉള്ളൊരു ഗപ്പിയാണ് പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്ലാറ്റിനം വൈറ്റ് ടൈൽ ബിഗ് ഇയർ ആണ്. അതായത് അതിൻ്റെ ബോഡിയിൽ കണ്ടിട്ട് നമ്മൾ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ പോലെ തന്നെ അതിൻ്റെ ബോഡിയിൽ ഇത് പ്ലാറ്റിനം നല്ല ഫില്ലായി വരും. അതുപോലെ തന്നെ നല്ല ഇയർ ക്വാളിറ്റി ഉണ്ടാവും. ഇതിപ്പോൾ ജൂനൈലാണ് കേട്ടോ. ജൂനൈലായതുകൊണ്ടാണ് ഈ ഒരു നമുക്ക് സൈസ് കാണാൻ പറ്റുന്നത്. നല്ല എലിഫൻറ്റ് ഇയർ വരുന്ന ഒരു വെറൈറ്റിയാണിത്. ഫീമെയിൽ ഉണ്ടല്ലോ, ഫീമെയിലിൻ്റെ ടൈല് വൈറ്റ് ആണ്. ടൈലിൻ്റെ എൻഡിൽ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഗപ്പി ആദ്യമായിട്ട് കാണുന്നതും യൂട്യൂബിൽ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഒരു നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താണ് ഞാൻ ഈ ഒരു ഗപ്പി എടുത്തത്. അപ്പോൾ ഞാൻ വീഡിയോ ചോദിച്ചപ്പോൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് അഡൾട്ട്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അത് ഈ ടാങ്ങിനകത്ത് കൂട്ടത്തോടെ കിടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അത് ഇഷ്ടപ്പെട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഗപ്പി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു പെയർ എടുത്തത് പെയർ റേറ്റ് എന്ന് പറയുന്നത് ഒരു പെയറിന് 600 രൂപയാണ്. അപ്പോൾ പുതിയ സ്ട്രെയിൻ ആയതുകൊണ്ട് ഇത്രയും റേറ്റ് ആവും. എന്തായാലും ഈ ഒരു ഗപ്പി കണ്ടപ്പോൾ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പിന്നെ റേറ്റ് നോക്കില്ല, അങ്ങ് എടുത്തു. ഇതിപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റായി നമ്മളെ മീനിനെ പതുക്കെ ഒന്ന് ഇറക്കി വിടാം. അപ്പോൾ ഈ ഒരു ഗപ്പി ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലും ചിലപ്പോൾ എത്തിക്കണം കേട്ടോ. കാരണം ഇത് ഇനിയിപ്പോൾ എല്ലാവരുടെ കയ്യിലും വന്ന് ബ്രീഡായി ഒരു സെയിലിൻ്റെ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉള്ള റേറ്റിൽ നിന്നും വളരെ കുറവായിരിക്കും അടുത്തിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ. എന്തായാലും ഇത് ഒരു പുതിയ സ്ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മാർക്കറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ഇത് തരംഗമാവാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ ഈ ഒരു കൊറിയർ വന്ന ആ ഒരു വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ആ ഒരു വെള്ളം മാറ്റിയിട്ടാണ് നമ്മൾ ഗപ്പികളെ ഇറക്കി വിട്ടത്. അപ്പോൾ നമ്മളെ ഗപ്പിയെ നമ്മൾ ഈ ഒരു ടാങ്ങിനകത്തോട്ടൊന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് പാക്ക് ചെയ്ത് വന്നുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം വിശപ്പൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മൾ RTMA ഹാച്ച് ചെയ്ത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഫുഡൊന്ന് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഞാനൊരു ഗ്ലാസ് വ്യൂ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവരുടെ ഗ്ലാസ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലാസ് വ്യൂവിലും അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അവരെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അവർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീമെയിലിൻ്റെ ടൈലിൻ്റെ എൻഡിൽ ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് പോലെ ഇങ്ങനെ വരുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് അവർ വീഡിയോ അയച്ചു തന്നതിൽ ഫീമെയിൽസിൻ്റെ ടൈലിൻ്റെ എൻഡിലായിട്ട് ആ ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പ്രായം കൂടുന്നതിനനുസരിച്ച് അവരുടെ ഭംഗിയും ഇതുപോലെ കൂടിക്കൊട്ടി ഒരു 2-3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും അവരെ കാണാനായിട്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിയപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടെ എടുത്ത് കാണിക്കുന്നുണ്ട്. അവരുടെ ആ ബോഡിയിൽ ആ പ്ലാറ്റിനം നല്ല ഏകദേശം ഫില്ലായി വരുന്നതാണ്. പിന്നുള്ളത് അവരുടെ ഇയർ ക്വാളിറ്റിയാണ്. ഇയർ ക്വാളിറ്റി ഇതിപ്പോൾ ജൂനൈലായതുകൊണ്ട് ആ ഒരു ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ഇയർ ഉണ്ട്. നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള ഇയർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഗപ്പികൾ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കൊണ്ടുവരണമെങ്കിൽ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും അതുപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു ടാങ്കിനകത്തോട്ട് കുറച്ച് RTM കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ പുതിയൊരു ടാങ്കും അതുപോലെ തന്നെ പുതിയ വെള്ളമൊക്കെ ആയതുകൊണ്ട് അവരും സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അവരിപ്പോൾ ഫുഡ് എടുക്കുമോ എന്നുള്ളത് അറിയത്തില്ല. ഞാൻ കുറച്ച് RTM ഞാൻ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും കയ്യിൽ ഈ ഗപ്പി ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആരുടെയൊക്കെ കയ്യിൽ ഈ ഗപ്പി ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഗപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഫാമിലി കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.